കാസർഗോഡ് ചെറുവത്തൂരിൽ വിദ്യാർത്ഥിക്ക് നേരെ തെരുവ് നായക്കൂട്ടം പാഞ്ഞെടുത്തു. തലനാരിഴയ്ക്കാണ് നായകളുടെ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഞെട്ടിക്കുന്ന ദൃശ്യമാണ്. തലനാരിഴയ്ക്കാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. എന്തായാലും പിന്നാലെ വന്ന ബൈക്കുകാരൻ നിരന്തരം ഹോണടിച്ച് വരികയെന്നും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്തായാലും ആശ്വാസകരം പരിക്കൊന്നും ഏറ്റില്ല എന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് രതീഷ്? അരുണിയ, ഇന്നലെ തിങ്കളാഴ്ച രാവിലെയാണ് ഇത്തരത്തിലൊരു നായയുടെ ആക്രമണം ഈ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായത്. നമുക്കറിയാം 7 മണിയോടെ തന്നെ ഈ രാവിലെ ഈ പ്രദേശങ്ങളിലൊക്കെ മദ്രസയിലൊക്കെ കുട്ടികൾ പോകുന്ന സമയമാണ്. ഇത് പയ്യങ്കിയിലെ തക്വ റോഡിന് സമീപത്താണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. ഈ മദ്രസയിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയുടെ നേരെയാണ് തെരുവുനായി പാഞ്ഞെടുക്കുന്നത്. ആശങ്കപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായ ദൃശ്യങ്ങളാണ്. കാരണം മറ്റാരും ആ സമയത്തില്ല. എന്തായാലും യാദൃശ്ചികമായി അവിടെ എത്തിയ ബൈക്ക് യാത്രികൻ അത്തരത്തിൽ ഹോൺ അടിച്ചതുകൊണ്ടാണ് നായകൾ മാറിപ്പോയത്. പിന്നീട് നാട്ടുകാരുൾപ്പെടെ ഓടിക്കൂടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും തലനാരിഴയ്ക്കാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത്. നമുക്കറിയാം, ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഇത്തരത്തിൽ വ്യാപകമാണ്. ഈ തെരുവോരങ്ങളിൽ ഉൾപ്പെടെ മാലിന്യങ്ങൾ തള്ളുന്നതാണ് ഇതിന് പ്രധാന കാരണമെന്ന് ആരോപിക്കാറുണ്ടെങ്കിലും മാലിന്യം അത്തരത്തിൽ തുടരുകയാണ്. അതുപോലെ തന്നെ തെരുവുനായ്ക്കളുടെ നിരയും കൂടുന്നു. എന്തായാലും അടിയന്തരമായി തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടുന്നത്. നിരന്തരം ആവശ്യപ്പെടുന്നതാണ്, പക്ഷെ പരിഹാരമില്ല. ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം ഒരു ജാഗ്രതാ നിർദ്ദേശവും നടപടികളും മാത്രം ഒതുങ്ങുകയാണ് ഈ വിഷയങ്ങൾ. എന്തായാലും തലനാരിഴയ്ക്കാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത്.